ഇന്ത്യ ആശങ്കയോടെയാണ് ഈ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് മാത്രമല്ല, തന്ത്രപ്രധാനമായൊരു നിലപാട് ഈ വിഷയത്തിൽ ഇന്ത്യ ഇതുവരെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. മനു ഭരത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. മനു, പ്രധാനമന്ത്രി ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട വ്യക്തികളുമായും അവിടുത്തെ പ്രധാനമന്ത്രിമാരും വിദേശകാര്യമന്ത്രിമാരുമായുള്ള ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണല്ലോ നമുക്ക് മുന്നിലുള്ളത്. ഒന്ന്, വിദേശങ്ങളിലുള്ള ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതരാക്കണം, തൽക്കാലം അവരെ അവിടുന്ന് തിരികെ കൊണ്ടുവരിക എന്നൊരു ദൗത്യം നമ്മൾ ഏറ്റെടുത്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഈ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴാതെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുക. എന്താണ് ഇന്ത്യ ഈ പശ്ചിമേഷ്യൻ സംഘർഷ വിഷയങ്ങളിൽ ഇതുവരെ സ്വീകരിച്ച നീക്കങ്ങൾ? പ്രധാനമന്ത്രി ഇന്ന് ആരൊക്കെയുമായിട്ടാണ് ടെലിഫോണിൽ സംസാരിച്ചത്? സജിത്ത്, ഇപ്പോൾ പ്രധാനമന്ത്രി രണ്ട് സുപ്രധാനമായ ടെലിഫോൺ സംഭാഷണങ്ങൾ നടത്തിയിരിക്കുന്നു. ഒന്ന് ബഹ്റിൻ രാജാവുമായാണ്. കിങ് ഹമാദ് ബിൻ ഇസ അൽ ഖലീഫയുമായി അദ്ദേഹം ചർച്ച നടത്തി. ക്രൗൺ പ്രിൻസും അതുപോലെ പ്രധാനമന്ത്രിയുമായ സൗദി അറേബ്യയുടെ മുഹമ്മദ് ബിൻ സൽമാൻ അൽ സൗദുമായും അദ്ദേഹം ചർച്ചകൾ നടത്തി. ഈ രണ്ട് കാര്യങ്ങളിലും, രണ്ട് ടെലിഫോൺ കോളുകളിലും പ്രധാനമന്ത്രി പ്രധാനമായി ഊന്നൽ നൽകിയത് അവിടുത്തെ ഇന്ത്യൻ ജനവിഭാഗത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചും അവരുടെ ക്ഷേമത്തെ സംബന്ധിച്ചുമായിരുന്നു. ഈ ആക്രമണം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അവിടുത്തെ ഇന്ത്യക്കാരായ ഇന്ത്യൻ ഡയാസ്പറ ഏത് തരത്തിൽ ഉള്ള ആശങ്കകളാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ രണ്ട് രാജ്യങ്ങൾ, അതായത് സൗദി അറേബ്യയിലേക്കും ബഹ്റിനിലേക്കും നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെ ഇന്ത്യ അപലപിക്കുന്നു. ഈ രണ്ട് രാജ്യങ്ങളിലേക്കും ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അപലപിക്കുന്നു. അവിടുത്തെ ഇന്ത്യൻ വംശജരും ഇന്ത്യക്കാരുമായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരുടെയും ഒക്കെ സുരക്ഷയെ സംബന്ധിച്ചുള്ള ആശങ്കകളും പ്രധാനമന്ത്രി പങ്കുവയ്ക്കുന്നു. അപ്പോൾ ആളുകളെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നത് നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങേണ്ടി വരും എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഇത്തരം ഒരു സംഭാഷണം നടത്തുന്നതിലൂടെ വ്യക്തമാകുന്നത്. സ്വാഭാവികമായും ഈ യുദ്ധം രൂക്ഷമാകുന്നൊരു സാഹചര്യം ഉണ്ടായാൽ പിന്നീട് തുടർ നടപടികളെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. ഏതായാലും ഇപ്പോൾ തൽക്കാലം അവിടുത്തെ പ്രാദേശിക ഭരണകൂടങ്ങൾ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാവുന്ന നിർദ്ദേശമാണ് ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ അതെങ്ങനെ ഉരുത്തിരിയും എന്നത് നോക്കി കണ്ട് അറിയേണ്ട ഒരു വിഷയം കൂടിയാണ്. ഏതായാലും ഇപ്പോൾ പുതിയ ഒരു ഇസ്രായേലിൻ്റെ ഒരു പുതിയ പ്രതികരണം വന്നിരിക്കുന്നു. ഇസ്രായേൽ ആർമി പറയുന്നത് ഹെസ്ബുള്ളയുടെ ഇൻ്റലിജൻസ് കമാൻഡറെ തങ്ങൾ വകവരുത്തി. ഈ ഹെസ്ബുള്ളയുടെ ഇൻ്റലിജൻസ് കമാൻഡറുടെ ഇരിക്കുന്ന ഹെഡ് ക്വാർട്ടേഴ്സ് ആക്രമിച്ചു. അവിടെ ഹുസൈൻ മക്ലദ് എന്ന ഹെസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ കമാൻഡറെ വധിച്ചിരിക്കുന്നു എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായും ഇപ്പോൾ വന്നിട്ടുള്ള മറ്റൊരു പ്രധാന വിഷയം ഈ അമേരിക്കൻ ആക്രമണം കൂടുതൽ രൂക്ഷമാകുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ്. ഇസ്രായേൽ ആർമി ലെബനിലേക്ക് വലിയ ആക്രമണങ്ങൾ നടത്തുന്നു. ലെബനനിലെ 18 ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ കൂട്ടത്തോടെ മാറി താമസിക്കാൻ ആവശ്യപ്പെടുന്നു. അവിടെ ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ വിമാനങ്ങൾ പലയിടത്തും റദ്ദാകുന്നതും അതുപോലെയുള്ള കാര്യങ്ങൾ വലിയ യാത്രാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇപ്പോൾ 8 യാത്രക്കാരുമായി ഒരു അബുദാബി വിമാനം അവിടുന്ന് പുറപ്പെട്ടതിൻ്റെ ചില വിവരങ്ങൾ പുറത്തു വരുന്നു. ഒപ്പം ഈ റഷ്യ ഈ സിവിലിയൻസിന് മുകളിലുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിക്കുന്നു. അതുപോലെ US മിലിറ്ററി അവരുടെ ഇറാനിലെ ആക്രമണത്തെ തുടർന്ന് 4 പേർ മരിച്ചു എന്ന് അവർക്ക് നഷ്ടമായി എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ ഇറാനിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. ഒപ്പം ഈ ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയും ചർച്ചകൾ തുടങ്ങാനുള്ള US-ഉം അമേരിക്കയും ചർച്ചകൾ തുടങ്ങണം എന്ന ആവശ്യവും മുന്നോട്ട് വയ്ക്കുകയാണ്. സയ്യിദ്, യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ത്യ നിർണായകമായ ചില നീക്കങ്ങൾ തന്നെയാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് വിദേശകാര്യമന്ത്രികളുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി ഈ പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം എന്ന വലിയ ആശങ്കയിൽ ഈ കാര്യങ്ങൾ കൂടി പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം കൂടിയുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ഒരു അമേരിക്കൻ ഇസ്രയേൽ വിമാനങ്ങൾ പരസ്പരം എയറിൽ വെച്ച് റീഫ്യൂവലിംഗ് നടത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. 20 അതായത് ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ അമേരിക്കയും ചർച്ച നടത്തി പ്രധാനമന്ത്രി ഈ പശ്ചിമേഷ്യൻ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം എന്ന വലിയ ആശങ്കയിൽ ഈ കാര്യങ്ങൾ കൂടി പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം കൂടിയുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ ഒരു അമേരിക്കൻ ഇസ്രയേൽ വിമാനങ്ങൾ പരസ്പരം
ഇസ്രയേലും ഒന്നിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇറാനെതിരായ നീക്കങ്ങൾക്കെല്ലാം ഇരു രാജ്യങ്ങളും ഒന്നിച്ചാണ് പോകുന്നത്. അപ്പോൾ അവരുടെ ഒരു ഐക്യം എന്ന രീതിയിലാണ് പ്രചരിക്കപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എയറിൽ വെച്ച് 2 യുദ്ധവിമാനങ്ങൾ റീഫ്യൂവൽ ചെയ്യുന്ന ദൃശ്യങ്ങളാണ്. ഒരു രാജ്യത്തിന് മറ്റു രാജ്യം എണ്ണ കൈമാറുന്നു എന്ന രീതിയിലാണ്, അവരുടെ ഒരു ഐക്യം എന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിനിടയിൽ മറ്റൊരു നീക്കം കൂടി നടക്കുന്നുണ്ട്. വ്ളാഡിമിർ പുടിൻ, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ UAE ഭരണാധികാരിയുമായുള്ള ചർച്ച നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളിലാണ്. ഇതിൽ റഷ്യയുടെ നിലപാട് നിർണായകമാണ്. നമുക്കറിയാം, റഷ്യ ഇപ്പോൾ തന്നെ ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ വലിയ ആശങ്കയിലും പ്രതിസന്ധികളിലുമാണ്. ഇതിനിടയിലാണ് ഈ പശ്ചിമേഷ്യൻ വിഷയമുണ്ടാകുന്നത്. കൃത്യമായി റഷ്യയ്ക്ക് മുൻകാലങ്ങളിൽ നിലപാടുണ്ടായിരുന്ന ഒരു വിഷയമാണെങ്കിൽ കൂടിയും ഈ വിഷയത്തിൽ വളരെ കരുതൽ തന്നെയാണ് നീക്കം. പുടിൻ UAE പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ച് പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ കൂടി പങ്കുവച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. മനു ഭരത് തുടരുന്നു. മനു, റഷ്യയുടെ നീക്കം പ്രധാനപ്പെട്ടതാണ്. റഷ്യ എന്തായാലും തൽക്കാലം ഇവിടെ ഒരു കാഴ്ചക്കാരാണെന്ന് മനസ്സിലാക്കണം. UAE-യുമായി നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണോ പുടിൻ ചെയ്തിരിക്കുന്നത്? റഷ്യ 2-3 ഘട്ടങ്ങളിലായി വളരെ നിർണായകമായ ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്ന്, ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയുടെ യോഗം നടന്നപ്പോൾ അവിടെ ഈ ആറ്റമിക് എനർജി ഏജൻസിയുടെ തലവൻ റാഫേൽ ഗ്രോസിയുമായി ഉള്ള ഒരു സംവാദത്തിൽ റഷ്യ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇരു വിഭാഗവും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ വേണം, സംയമനം പാലിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ഒപ്പം ഈ ആക്രമണം തുടർന്നാൽ, ഈ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം തുടർന്നാൽ അതുണ്ടാക്കാവുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ഒക്കെ വിവരിക്കുകയൊക്കെ ചെയ്യുന്നു. അതീവ ഗൗരവത്തോടെ ഇത് പരിഗണിക്കണം എന്ന ഒരു നിലപാട് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള ഒരു ഇടപെടൽ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അതേസമയം ഈ ഇസ്രായേൽ US സഖ്യം അവരുടെ ആക്രമണങ്ങൾ തുടരുന്നു. ഇസ്രായേൽ മറുവശത്ത് ലെബനനിൽ ഈ ഹെസ്ബുള്ള സംഘത്തെയും ആക്രമിക്കുന്നു. അങ്ങനെ ഒരു മധ്യേഷ്യയിൽ മുഴുവൻ പ്രശ്നസങ്കീർണമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഏറ്റവും ഇതിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത് ഈ മധ്യേഷ്യയിൽ, പ്രധാനിച്ച് ലെബനനിൽ 13 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഇന്ന് മാത്രം 13 പേർ കൊല്ലപ്പെട്ടു. സൈപ്രസിൽ ആക്രമണം നടന്നെന്ന വിവരങ്ങൾ വന്നു. ഇസ്രായേലിൽ 10 പേർ കൊല്ലപ്പെട്ടു, 100-ലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇറാനിൽ 2 ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇറാഖിൽ 5 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ജോർദനിലേക്ക് ആക്രമണം നടന്നു എന്ന വിവരം വരുന്നു. കുവൈറ്റിൽ 1 കൊല്ലപ്പെട്ടു, 32 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ബഹ്റിനിൽ 1 കൊല്ലപ്പെട്ടിരിക്കുന്നു, 4 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇറാനിൽ 555 പേര് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഖത്തറിൽ 16 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു. UAE-യിൽ 58 പേർക്ക് പരിക്കേറ്റു, 3 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒമാനിലും ആക്രമണം. അമേരിക്കയുടെ സേനാ വിഭാഗത്തിൽ 4 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു, 5 പേർക്ക് കനത്ത പരിക്കേറ്റിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെ ഒന്ന് ഈ മരണം, അതുപോലെ ഈ യുദ്ധത്തിൻ്റെ കാഷ്വാലിറ്റി ഒരു വശത്ത് വർദ്ധിക്കുന്നതിൻ്റെ വിവരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെൻറ്റർ ഇപ്പോൾ ചില പ്രസ്താവനകൾ നേരത്തെ നടത്തിയിരുന്നു. അത് ഈ മസ്കറ്റിൻ്റെ 52 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ഒരു ബോട്ടിൽ ഒരു സ്ഫോടനം നടന്നത് ഈ എണ്ണ ഗതാഗതം തടസ്സപ്പെടുത്തുമെന്ന ആശങ്ക അവർ മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഖത്തറിലെ ഇൻഡസ്ട്രിയൽ സിറ്റിയിൽ റാസ് ലാഫേൻ അവിടെ 2 ഡ്രോണുകളുടെ ആക്രമണം നടന്നുവെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നു. യുകെയുടെ അക്രോത്തൊരി ബേസ് ഉണ്ട് സൈപ്രസിൽ, അതാണ് ഇന്ന് ആക്രമിക്കപ്പെട്ടത്. റാസൽ ഖൈമയിൽ അവിടെ ചില ഇടത്ത് ഈ ഡ്രോൺ തകർത്തപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ വീണ് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതായി വിവരങ്ങൾ വരുന്നു. യുണൈറ്റഡ് കിങ്ഡമിൻ്റെ മാരിടൈം ട്രേഡ് ഓർഗനൈസേഷൻ അവിടെ ഒരു കപ്പലിന് നേരെ, ബഹ്റൈനിലുള്ളൊരു കപ്പലിന് നേരെ മിസൈൽ ആക്രമണം വന്നതായുള്ള വിവരങ്ങൾ അങ്ങനെ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഇന്ന് പലയിടങ്ങളിൽ പല സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടക്കുന്നു, ആക്രമണങ്ങൾ തുടരുന്നു, മരിച്ച ഇവരുടെ സംഖ്യ വർദ്ധിക്കുന്നു. ഇതെല്ലാം തന്നെ ആശങ്കയ്ക്ക് വഴിവെക്കുന്നു. ഇത് അധിക നാൾ ഈ നിലയ്ക്ക് നീണ്ടുപോകാനാകുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. സ്വാഭാവികമായും ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിക്ക് കുറെ കൂടി കടുത്ത നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും എന്ന് നമുക്ക് കരുതാനാകും. യെസ്, ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഇറാന് നേരെ വീണ്ടും അക്രമം ആരംഭിച്ചതായ ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. മൾട്ടിപ്പിൾ സ്ട്രൈക്സ് അക്രോസ് ദ ക്യാപിറ്റൽ. ടെഹ്റാനിൽ വീണ്ടും ചില
നീക്കങ്ങൾ, സൈനിക നീക്കങ്ങൾ ഇസ്രയേലും അമേരിക്കയും നടത്തുന്നു എന്ന സൂചനകൾ കൂടിയാണ് പുറത്തു വരുന്നത്. ഇതിനിടയിൽ ഇസ്രയേൽ മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ ബെൻ ഗുറിയോൺ എയർപോർട്ട് അവിടെ നോൺ മിലിറ്ററി ഓപ്പറേഷൻസിന് വേണ്ടി തുറക്കാൻ പോവുകയാണ്. അടച്ചിട്ടിരിക്കുകയായിരുന്നു. മൺഡേ ഈവനിങ്, ഇന്ന് വൈകിട്ട് മുതൽ അത് തുറന്ന് പ്രവർത്തിക്കുമെന്ന അറിയിപ്പ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനിടയിലാണ് ഇറാന് നേരെ വീണ്ടും സ്ട്രൈക്സ് എന്നൊരു സാഹചര്യം കൂടി വരുന്നത്. ഇറാൻ്റെ നീക്കങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുക എന്ന നീക്കമാണ് ഇതിൽ ഉണ്ടാവുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.